ഹലോ ഗൈസ്, അപ്പോൾ കുറേ നാളായില്ല നമ്മൾ കണ്ടിട്ട്. അപ്പോൾ കുറേ നാൾക്ക് ശേഷമാണ് ഞാൻ വീഡിയോ ഇടുന്നത്. നമ്മളെ കാലത്ത് നമ്മൾ സ്പോട്ടിലെത്തിൻ്റെ ഇനി നമ്മളെ വീഡിയോ ഒക്കെ ഇടയ്ക്കിടയ്ക്ക് കാണാം കേട്ടോ. അപ്പോൾ നമ്മൾ കാലത്ത് തന്നെ നമ്മൾ സ്പോട്ടിലെത്തിൻ്റെ ഞാൻ മാത്രമല്ല, എൻ്റെ കൂട്ടുകാരന്മാരുണ്ട്. അവർ ബാക്കിൽ ഇങ്ങനെ എറിഞ്ഞുകൊണ്ട് വരാണ്, ഞാനും ഫ്രണ്ടിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ മാത്രമല്ല, വേറെ കുറേ കാസ്റ്റ് ചെയ്യാൻ കുറേ ആൾക്കാരുണ്ട്. അങ്ങനെ എല്ലാവരെയും കിളി വർത്തിക്കൊണ്ടാണ് എൻ്റെ കൂട്ടുകാരൻ ഞാൻ മീൻ പിടിച്ചത്. ഒരു 1 kg സൈസ് വരുന്ന ഒരു വിയറ്റ്നാം വരൽ കറക്റ്റ് നമുക്ക് എന്താ പറയുക, അവൻ കണ്ടു എന്നറിയാം. നമ്മൾ ആ സ്പോട്ടിൽ നിന്ന് മീൻ അടിക്കുന്നവൻ പറയുകയും ചെയ്തു, അവൻ ആ സ്പോട്ടിൽ നിന്ന് മീൻ അടിക്കുകയും ചെയ്തു. കാരണം അവനാണെങ്കിൽ ആരോടും മിണ്ടാണ്ട് പോയി പിടിക്കുന്ന ഒരു പ്രത്യേകതര ഒരു മനുഷ്യനാണ്. അങ്ങനെ അവനടിച്ച് കയറ്റി ഞങ്ങൾ ഉച്ചയോടെ തന്നെ അവിടെ നിന്ന് പോന്നു. എന്നിട്ട് ഉച്ചയ്ക്ക് ശേഷം നമ്മൾ വൈകുന്നേരം പുഴയിലേക്ക് ഇറങ്ങാൻ തീരുമാനത്തിൽ നമ്മൾ പുഴയിലെത്തി. അവിടെ എത്തിയപ്പോൾ നമ്മൾ ഫിഷിംഗ് കടീസിൽ ഉല്ലാസ് അങ്ങനെ അവരുടെ ടീം കുറച്ച് പേര് ചൂണ്ടായിക്കൊണ്ടിരുന്നു. അപ്പോൾ അങ്ങനെ എല്ലാവരും ചൂണ്ടുന്നതിൻ്റെ ഇടയിലാണ് അവിടെ അടുത്തുള്ളൊരു ചേട്ടൻ സ്റ്റിക്കായിട്ട് വന്നിട്ട് ഞങ്ങൾ തന്നെ തീറ്റ വാങ്ങിച്ച് കോർത്തിട്ട് ആൾക്ക് മീനടിച്ചപ്പോൾ ആളുണ്ടായിരുന്നില്ല. അപ്പോൾ ഫിഷിംഗ് കടീസിൽ ഉല്ലാസമാണ് നമ്മളെ സ്റ്റിക്ക് കൈകാര്യം ചെയ്തിരുന്നത്. കാരണം അതിൻ്റെ ഡ്രാഗും കുറച്ച് പ്രശ്നമായിരുന്നു, പഴയ റീലും റോഡൊക്കെ ആയിരുന്നു. അപ്പോൾ പെന്നിൻ്റെ ടാങ്കീസും അപ്പോൾ പിന്നെ ഭയങ്കര ടെൻഷനായി, കാരണം ഇത് പൊട്ടിച്ച് പോകുമെന്നൊക്കെ ഉള്ളൊരു പേടിയുണ്ടായിരുന്നു. അങ്ങനെ മീനെ ഞങ്ങൾ അപ്പോഴും കണ്ടിട്ടില്ല. അങ്ങനെ അടുത്ത് വന്നപ്പോഴാണ് കണ്ടത്. അത് നല്ലൊരു ചോപ്പനായിരുന്നു. ചോപ്പൻ മീൻസ് നല്ലൊരു രോഹമായിരുന്നു. അങ്ങനെ ഒരു 4-5 കിലോ റേഞ്ച് വരുന്ന ചോപ്പനായിരുന്നു. അപ്പോൾ എന്തായാലും മീനെ കളയണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഞങ്ങൾ കുറേ നേരം ഒരു 10-15 മിനിറ്റ് എടുത്തിട്ടുണ്ടാവും. നമ്മൾ വീഡിയോ കുറേ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. കാരണം മീൻ കരയ്ക്ക് വരും, ഞങ്ങളെ കാണും, ഒറ്റോട്ടാണ്. പിന്നെ ഒരു കുറച്ച് നേരം കഴിഞ്ഞിട്ട് പിന്നെ അടുത്തേക്ക് വരാം. അങ്ങനെ ഹുക്ക് പ്രോപ്പറാണെന്ന് കണ്ടപ്പോഴാണ് ഞാൻ കൈ പിടിച്ച് നല്ലോണം, അതായത് നമ്മൾ പ്രഷർ കൊടുത്തിട്ട് തന്നെ കയറ്റി. നല്ല അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്തൊരു ചോപ്പനായിരുന്നു. ഇതിപ്പോൾ ഞങ്ങൾ തീറ്റിട്ടിട്ട് ആൾക്ക് മീൻ കിട്ടി. എല്ലാവർക്കും സന്തോഷമായി. കാരണം അവിടെ നിന്ന് മീൻ കയറാറുണ്ടായിരുന്നില്ല കുറച്ച് നാളത്തേക്ക്. ഇപ്പോഴാണ് ഒരു മീൻ കയറിയത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ ഇനി വരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഇനി ഇവിടെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും ബൈ.